നല്ല വചനം പേജിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്തു തത്വശാസ്ത്ര പഠനത്തിലെ യേശു ക്രിസ്തുവിന്റെ ദൈവത്വം സംബന്ധിച്ചുള്ള ഡിഫൻസാണ് കഴിഞ്ഞ അനേക എപ്പിസോഡുകളിലായി നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. യേശു ക്രിസ്തു ദൈവമാണെന്ന് വിശുദ്ധ തിരുവെഴുത്തിൽ കർത്താവ് താൻ തന്നെ പറഞ്ഞിട്ടുള്ള, കർത്താവിനെ കുറിച്ച് തന്റെ ശിഷ്യന്മാർ പറഞ്ഞിട്ടുള്ള, പിതാവായ ദൈവം സാക്ഷിച്ചിട്ടുള്ള ആരോഗ്യകരമായിരിക്കുന്ന വേദഭാഗങ്ങൾ, അതിലൂടെയുള്ളൊരു അന്വേഷണമാണ് കഴിഞ്ഞ അനേക പരമ്പരകളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തിന് വിരോധമായി അണിനിരത്തിയിട്ടുള്ള ചില വാദഗതികളാണ്. ഏതു കാലത്തും ക്രിസ്തുവിന്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്തിട്ടുള്ള ആളുകൾ സഭാചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിലാദ്യത്തെ അറിയപ്പെട്ട ആളാണ് അറിയൂസ്. വേദ വിപരീതിയായി സഭാചരിത്രം എഴുതിത്തള്ളിയ ചരിത്ര പുരുഷൻ. ശ്രദ്ധിക്കണം, ചില വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിരാകരിക്കത്തക്കവണ്ണം അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യത്തക്കവണ്ണമുള്ള ചില വാക്യങ്ങൾ നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കുന്നു. പക്ഷെ ആ വാക്യങ്ങളൊന്നും യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നതല്ല, മറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ സംബന്ധിച്ച് വേദപുസ്തകത്തിലെ ആ വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് പറയപ്പെടുന്ന കാര്യങ്ങളുടെ അർത്ഥവ്യാപ്തി ശരിയാവണ്ണം മനസ്സിലാക്കുന്നതിലുള്ള നമ്മുടെ പരാജയമാണ് ക്രിസ്തുവിന്റെ ദൈവത്വത്തെ യുക്തിപരമായി ചോദ്യം ചെയ്യുന്ന അത്തരം വാക്യങ്ങൾ. അതിലെ ഒരു വാക്യമാണ്, ദൈവം ആത്മാവാകുന്നു, ദൈവത്തിന് അസ്ഥിയും മാംസവുമില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു പിന്നെ അസ്ഥിയും മാംസവുമുണ്ട്, അതുകൊണ്ട് യേശു ക്രിസ്തു ദൈവമല്ല എന്നുള്ള ഒരു വാദഗതി. ഇങ്ങനെയുള്ള ചില യുക്തിസഹജമായിരിക്കുന്ന വാദഗതികൾ പറയുന്ന ആളുകളുണ്ട്. അത് ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, ദൈവം ആത്മാവാകുന്നു, ഗോഡ് ഈസ് സ്പിരിറ്റ്. അപ്പൊ ദൈവത്തിന് രൂപം എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്ക് പറയാം, ദൈവത്തിന് രൂപമില്ല, അവന് അരൂപിയാണ്. അപ്പോൾ തന്നെ ബൈബിൾ പറയപ്പെടുന്ന ദൈവം ആത്മസത്തയാണ്. ആത്മസത്യതയിൽ ആത്മാവിന് രൂപവുമുണ്ട്. എന്നാൽ ആ രൂപം എന്താണെന്ന് നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. ദൈവത്തിന്റെ ആത്മസത്തയിലായിരിക്കുന്ന ദൈവത്തിന്റെ രൂപത്തെ മനസ്സിലാക്കാൻ വാസ്തവത്തില് ഈ സൂക്ഷ്മ ശരീരികൾക്ക് ഒരു പക്ഷെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കാം, പക്ഷേ സ്ഥൂല ശരീരമുള്ള നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ ദൈവം ആത്മാവാണെങ്കിൽ ദൈവത്തിന് അസ്ഥിയും മാംസവുമില്ലല്ലോ. പിന്നെ അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിന് അസ്ഥിയുമുണ്ട്, മാംസവുമുണ്ട്. കർത്താവിന് മാനുഷികമായ ഒരു നാച്ചുറൽ ഗ്രോത്ത് ഉണ്ടായിരുന്നു. പൈതൽ വളർന്നു, ജ്ഞാനവും കൃപയും ജ്ഞാനവും നിറഞ്ഞു, പിന്നെ ദൈവകൃപയോ അവന്റെ മേൽ വർദ്ധിച്ചു വന്നു എന്ന് ഇവിടത്തിൽ വായിക്കുന്നുണ്ട്. കർത്താവായ യേശു ഒരു 33 വയസ്സുള്ള ഒരു യുവ സ്നേഹിതൻ എന്ന നിലയിൽ ക്രിസ്തുവിന് അസ്ഥി ഉണ്ടായിരുന്നു, മാംസം ഉണ്ടായിരുന്നു. കർത്താവ് തന്റെ ശിഷ്യന്മാരോട് തന്നെ പറഞ്ഞല്ലോ, ഇതാ ഭൂതങ്ങൾക്ക് എന്നെ പോലെ അസ്ഥിയും മാംസമുണ്ടോ, നിങ്ങൾ ഇങ്ങോട്ട് നോക്കി എന്നെ തൊട്ടു നോക്കുക എന്ന് കർത്താവ് തന്നെ പറഞ്ഞു. അപ്പോൾ യേശു ക്രിസ്തുവിന് അസ്ഥി ഉണ്ടായിരുന്നു, യേശു ക്രിസ്തുവിന് മാംസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ ദൈവമല്ല, കാരണം ദൈവം ആത്മാവാണല്ലോ. ഇവിടുത്തെ ആർഗ്യുമെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ യേശു ക്രിസ്തു മാംസവും അസ്ഥിയുമുള്ള ഒരു സ്ഥൂല ശരീരം സ്വീകരിച്ചത് വാസ്തവത്തിൽ സൂക്ഷ്മ ശരീരിയായിരുന്ന ദൈവമാണ്. താൻ നിത്യതയിൽ സൂക്ഷ്മ ശരീരിയായിരുന്നു, അല്ലെങ്കിൽ ആത്മശരീരിയായിരുന്നു. ആത്മശരീരിയായിരുന്ന ക്രിസ്തുവിന് വേണ്ടി സങ്കീർത്തനത്തിൽ തന്നെ മുന്നമേ കൂട്ടി ദാവീദ് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഒരു ശരീരം നീ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നുവല്ലോ. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരണം വഹിപ്പാൻ മനുഷ്യനായി അവതാരം ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിനാണ് അസ്ഥിയും മാംസവുമുള്ളത്. അല്ലാതെ നിത്യതയിൽ പിതാവിന്റെ മടിയിൽ നിത്യത വിരാജിച്ചു വന്ന ദൈവപുത്രനായ യേശു ക്രിസ്തുവിന് അസ്ഥിയുമില്ല, മാംസവുമില്ല. വാസ്തവത്തില് അസ്ഥിയും മാംസം എന്നൊക്കെ പറയുന്നത് അവന്റെ മനുഷ്യത്വത്തോട് ബന്ധപ്പെട്ട കാര്യമാണ്. കർത്താവായ യേശു ഒരേ സമയത്ത് തന്നെ ദൈവവും മനുഷ്യനുമായിരുന്നാണല്ലോ നമ്മൾ പഠിച്ചു വന്നത്. ഒരേ സമയത്ത് തന്നെ മനുഷ്യനും ദൈവമായ ക്രിസ്തു ദൈവം എന്ന നിലയിൽ അവന് അസ്ഥിയില്ല, അവന് മാംസമില്ല, അവന് മാനുഷികമായ ഒരു രൂപവുമില്ല. എന്നാൽ മനുഷ്യനായ ക്രിസ്തുവിന് മനുഷ്യ നിലയിൽ അവന് അസ്ഥിയുമുണ്ട്, മാംസവുമുണ്ട്, രക്തവുമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അവൻ ദൈവമല്ല എന്ന് വരുന്നില്ല. അപ്പൊ സമ്പൂർണനായ ഒരു ദൈവം സമ്പൂർണനായ ഒരു മനുഷ്യനിൽ അധിവസിക്കുന്ന ഇരുവിധ പ്രകൃതങ്ങൾ ഒരു സമയത്ത് ഒരുപോലെ സമ്മേളിച്ച വ്യക്തി പ്രഭാവമായിരുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അപ്പൊ യേശു ക്രിസ്തുവിന് അസ്ഥിയും മാംസവും എന്ന് പറയുമ്പോൾ മനുഷ്യനായ ക്രിസ്തുവിന് അസ്ഥിയും, മനുഷ്യനായ ക്രിസ്തുവിന് മാംസവും, മനുഷ്യനായ ക്രിസ്തുവിന് രക്തവും, മനുഷ്യനായ ക്രിസ്തുവിന് രക്തചംക്രമണവും, മനുഷ്യനായ ക്രിസ്തുവിന് ജഡത്തിൻ്റെതായ പാപ സ്വഭാവം ഒഴികെ ബാക്കിയുള്ള എല്ലാ ആവശ്യതകളും എല്ലാ പ്രകൃതങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ദൈവമായ ക്രിസ്തുവിന് അസ്ഥിയുമില്ല,
മാംസവുമില്ല, രക്തവുമില്ല, രക്തചംക്രമണവുമില്ല എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ഈ വൈപരീത്യം വ്യക്തമായി നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കും.